ഹലോ ഹലോ. ബാബുജി, എന്തോയി? എനക്ക് സുഖാണോടോ? സുഖാണല്ലോ. പരാതി അങ്ങ് തീർന്നേ. എപ്പോൾ വിളിച്ചാലും വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നായിരുന്നു എൻ്റെ പരാതി. ആ പരാതി തീർന്നു കിട്ടിയേ ഉം, അല്ലേ? കഴിഞ്ഞു. എന്താണ് ഒരു ഉഷാറില്ലാത്ത? എന്നാ പറ്റി? പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എന്നെ പേടിച്ചിട്ടല്ല ചോദിച്ചേ. അന്നെ ഞാനെന്തിനാണോ പേടിക്കണേ? അല്ല, ഞാൻ പറഞ്ഞ ശല്യപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട്. എന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. ഈ എൻ്റെ മുത്തല്ല, പിന്നെന്താ? സോപ്പിട്ടൊക്കെ മതി. സോപ്പിട്ടൊന്നുമല്ല, ശരിക്കും അങ്ങനെയല്ലേ? അല്ല, നിങ്ങളെ ശബ്ദത്തിന് എന്ത് പറ്റി? വയ്യേ? എനക്ക് കുഴപ്പമൊന്നുമില്ല. എനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളെ ശബ്ദത്തിന് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ. അതെൻ്റെ തലേൻ്റെ ആയിരിക്കും വാവച്ചി. അത് ഉറങ്ങി എണീക്കുമ്പോൾ ശരിയായിക്കൊണ്ട് കേട്ടോ. വേറെ എന്താണ് വാവച്ചി എൻ്റെ പരിപാടി? ഇവിടെ എന്ത് പരിപാടിയാ? പണി ചെയ്യ, ഉറങ്ങ, ഫുഡ് കഴിക്ക, ഇത് തന്നെയാണ് പരിപാടി. അതെങ്കിലും ഉണ്ടല്ലോ. ഭാരമേറിയ ജോലിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ ഭാര്യമേറിയ പണിയൊന്നുമല്ല ഈ പണി. അല്ല, ഈ എന്നെ വിളിക്കണയാണോ ഈ ഭാരമേറിയ പണിയെന്ന് ഉദ്ദേശിക്കണേ? ആരാ പറഞ്ഞെങ്കിൽ ഭാര്യമേറിയ പണിയൊന്നും ഇല്ലാന്ന്? അപ്പൊ ഇതൊക്കെ ഭാര്യ പണിയൊന്നല്ലേ? അങ്ങനെയല്ല, ഉം. ഞാനൊരിത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എനിക്ക് എന്തിനാ പിണങ്ങണേ? പിണങ്ങിയിട്ടൊന്നുമില്ല. അതെ, നിങ്ങളെല്ലാരും വിചാരിക്കണതാണ് വീട്ടിലത്തെ പണിയൊന്നും അത്ര ഭാരമില്ലാന്ന്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഓ സോറി വാവച്ചി, ഞാനങ്ങനെ പറഞ്ഞു പോയി. ഓക്കെ. അനക്ക് എന്താടോ ഇത്ര ദേഷ്യമൊന്ന്? ഭയങ്കര ഗൗരവമൊക്കെ. ദേഷ്യമൊന്നുമില്ല. പിന്നെ എന്താ പറ്റിയത്? മഴ പറയേണ്ട കാര്യങ്ങൾ എന്തിനാ പറയണ്ടേ? അതെന്തായാലും പറയൂല്ലോ, അതെനക്കറിയാം. അത് പറയുമ്പോ എന്താ പറയൂ? എനിക്ക് ദേഷ്യാണ്, ഗൗരവാണ്. ആണ് ഭയങ്കര ഗൗരവമാണ്. ഓരോന്ന് പറഞ്ഞിട്ട് വരും അടിക്ക്. എന്നിട്ട് അവസാനം പറയും കാക്കോ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ആയിക്കോട്ടെ ആവശ്യ, നേരത്തെ ഈ പറഞ്ഞത് ഞാൻ തിരിച്ചു പറയത്തില്ല. ഈ നേരത്തെ പറഞ്ഞ ഡയലോഗേ ഞാൻ തിരികെ പറയണില്ല. സോപ്പിടാൻ നിക്കല്ല വാച്ചേ. ഇപ്പൊ ശരിയായില്ലേ? എന്റെ വായിന്ന് കേക്കാണ്ട് എനക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്ത സങ്കടമാണ് വാച്ചി. എന്റെ വായിന്ന് രണ്ട് കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല ഇപ്പൊ. മറ്റേത് എന്തെങ്കിലും മോളെ വാ പോലെ വന്നേനെ. അഡ്ജസ്റ്റ്മെന്റ്. അയ്യോ, എന്താ പറ്റി? ഒന്നും പറ്റിയില്ല. നിങ്ങൾ ഓരോന്നും പറയുമ്പോ എനിക്ക് ചിരി വന്നതാ. ഞാൻ വിചാരിച്ച് എന്നോട്ട് പുതിയ സ്വഭാവം എല്ലാം തുടങ്ങിയിട്ടുണ്ട്. മാറാൻ പോണില്ലല്ലോ. അത് നല്ല കാര്യമാണ് ആവശ്യ. അല്ല ആവശ്യേ, അനക്കേ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിപ്പോഴല്ല ഉള്ളത്. പിന്നെ നിങ്ങൾ എന്നാ ഞാൻ കെട്ടിയ അന്ന് മുതൽ പ്രശ്നം തുടങ്ങിയതാക്കോ. ഇതായിട്ട് മാറിയിട്ടില്ല. എങ്കിൽ നമുക്ക് പിരിയാം, അപ്പൊ എന്റെ പ്രശ്നം തീരുമല്ലോ. അപ്പൊ അതിനെക്കാട്ടി വലിയ പ്രശ്നാവേ. ഇതൊരു ചെറിയ പ്രശ്നല്ലേ, അതുകൊണ്ട് അങ്ങനെ പോയിക്കോട്ടെ. എന്നാലും എന്താണ് പ്രശ്നം എന്ന് പറയാലോ. പ്രശ്നമൊന്നുമില്ല. എന്നാലും പറയടോ, കേൾക്കട്ടെ. എനിക്ക് ഫ്രീഡം കിട്ടണില്ല. ഫ്രീഡം കിട്ടണില്ല? കുറച്ചോനെ വല്ലാത്ത മനസ്സാണോ ആവശ്യ? എന്താ ചോദിക്ക്. എന്താണ്? അതെ, എന്റെ വീട്ടിൽ നിൽക്കുന്ന ടൈമില് എനിക്ക് ആരോട് ചോദിക്കാണ്ട് എവിടേക്കും പോവാം. ഇവിടെ ആകുമ്പോയോ? ഇവിടെ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളെ ഉമ്മാനോട് ചോദിക്കണം. അത്രയല്ലേ ഉള്ളൂ. പത്രത്തില് പരസ്യം ചെയ്യണോന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ വെച്ചാൽ അതും പറയും നിങ്ങളും. ഈ ചെയ്യുണ്ടെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് വഴക്കിന് വരുവാ. ഞാൻ വായിക്കണൊന്നും വന്നില്ലല്ലോ. ഈ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ എവിടെ ആണെങ്കിലും. പിന്നെന്താ, ഫ്രീഡത്തിന്റെ പ്രശ്നമേ ഇല്ല അവിടെ. എന്ത് കാര്യം പറയും ഉമ്മാനോടൊന്നും ചോദിക്കട്ടാ. ഞാൻ ചോദിച്ചോണ്ട് കേട്ടോ ആച്ചേ, ഞാൻ ചോദിച്ചിട്ട് പറയാം. എന്ത്? എന്തേലുമൊക്കെ.
ഇപ്പൊ ഈ കുഴപ്പമില്ലാണ്ട് പോണ്ട്, നിങ്ങളൊന്നും ചോദിക്കണ്ട. ഇല്ല ഇല്ല, ഈ പറഞ്ഞ പിന്നെ അതിനപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചലിക്കുക പോരെ. ആയിക്കോട്ടെ.